ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഒരു അടിപൊളി മണിമിക്ക ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് Ka Dum എന്നാണ്, സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതാണ് ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആപ്ലിക്കേഷനാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളിലോട്ട് ക്യാഷ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. മിനിമം നമ്മളൊരു 10 രൂപ ഇതിലോട്ട് ആഡ് ചെയ്യണം, എന്നാലേ നമുക്ക് ഈ ഒരു ഗെയിമിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ഏൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ക്യൂസ് കളിച്ചുകൊണ്ടാണ്. പക്ഷേ ക്യൂസ് എന്ന് പറയുമ്പോൾ മറ്റുള്ള ആപ്ലിക്കേഷനുകളിലും ക്യൂസ് ഇല്ല. അതായത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ ചോദിക്കുക. പക്ഷേ ഇത് റിയൽ ടൈമിൽ നമ്മളായിട്ട് എതിരായിട്ടൊരു ഒപ്പോണൻ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവരായിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ജസ്റ്റ് ഏറ്റവും ഫസ്റ്റ് ആരാണോ ആൻസർ ചെയ്യുന്നത് അവർക്ക് വിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ക്യാഷ് ഡബിൾ ആക്കാൻ പറ്റും. ഓക്കെ, അതായത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതായത് നമ്മൾ 10 രൂപ കൊടുത്തൊരു ഗെയിമിൽ എൻ്റർ ചെയ്യും. അതായത് ഒരു ടാബിൽ ജോയിൻ ചെയ്യും. അതിനുശേഷം നമ്മൾ ഒപ്പോണൻറ്റും ഉണ്ടാവും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും ജസ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്ത് കൊടുക്കണം. ഏറ്റവും ഫസ്റ്റ് ആര് ആൻസർ ചെയ്യുന്ന അവർക്ക് ക്യാഷ് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലൂടെ എടുക്കാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ആക്കാം. വാട്സപ്പിലും ടെലിഗ്രാമിലും ജോയിൻ ചെയ്യുക. പിന്നെ ഒരു വീഡിയോക്ക് താഴെ നിങ്ങളുടെ പേടിഎം നമ്പർ കമൻറ്റ് ചെയ്യാൻ മറക്കുക. അടുത്ത വീഡിയോ നമ്മൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫൺ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ അവരുടെ ആപ്ലിക്കേഷൻ തന്നെയാണ് തോന്നുന്നത്. അതായത് എല്ലാ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ അവർ തന്നെ അതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കുക. നിങ്ങൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇംഗ്ലീഷിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ നെയിം കൊടുക്കുക. അതിനുശേഷം ഫോൺ നമ്പർ കൊടുക്കുക. ശേഷം റെഫറൽ കോഡും നിങ്ങൾക്ക് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. അതിനുശേഷം ആ ഒരു സൈനപ്പ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP അവർ സെൻഡ് ചെയ്യും. അപ്പോൾ ആ ഒരു OTP നിങ്ങളിവിടെ കൊടുത്തിട്ട് ഒന്ന് വെരിഫൈ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ആവും. അതിനുശേഷം നേരെ ആപ്ലിക്കേഷൻ ഹോം പേജിലൂടെ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഹോം പേജ്. ഓക്കെ, അപ്പോൾ ഈ ആപ്ലിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ താഴെ നോക്കാൻ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഹോം പേജിലാണ്. ഓക്കെ, നിങ്ങൾക്ക് താഴെ 3 ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ഇപ്പോൾ ഞാൻ എടുക്കുന്നുണ്ട്. അത് നമ്മുടെ വാലറ്റ് ഓപ്ഷനാണ്. ജസ്റ്റ് അതിലോട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ ബാലൻസ് 110 രൂപയാണ്. നിങ്ങൾക്ക് 0 rupees ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, എൻ്റെ 110 രൂപയുണ്ട്. അതുപോലെ തന്നെ പിന്നുള്ള സെറ്റിങ്സ് ആണ്. അപ്പോൾ ഞാൻ അതുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല, ഫ്രണ്ട്സിനെ റെഫർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഞാനിപ്പോൾ പറയാം. പിന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനായിട്ടാണ്. പിന്നെ പാസ്ബുക്ക് ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും കാരണം കാണാം. പിന്നെ ലോഗ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹോം പേജിൽ തന്നെ വരാം. അതിനുശേഷം ഒരു പ്ലേ കോൺടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്ലേ കോൺടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. കാണാൻ പറ്റും ഇവിടെ നമുക്ക് പലതരമില്ല. 10 രൂപയുടെ ടാബിൽ നമ്മൾ ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ 20 രൂപ നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ 25 ആണെങ്കിലും 50 അത് നമുക്ക് ക്യാഷ് ഡബിൾ ആക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിലോട്ട് ക്യാഷ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്യാഷ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് വാലറ്റിൻ്റെ സെക്ഷനോട്ട് തന്നെ വരാം. അതിനുശേഷം കൂടെ ആയിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. ആഡ് മണി ഉണ്ട്, വിഡ്രോയിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് ആഡ് ചെയ്യണം. അതിനായിട്ട് ആ ഒരു ആഡ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മിനിമം ആഡ് ചെയ്യേണ്ടത് 10 രൂപയാണ്. അപ്പോൾ നിങ്ങളത് എൻ്റർ ചെയ്തതിന് ശേഷം ആ ഒരു കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഇതുപോലെ ചോദിക്കും. അപ്പോഴായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ മെയിലും ജസ്റ്റ് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ക്യാഷ് ആഡ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വാലറ്റിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാമെന്നാലും പേടിഎം ഉണ്ട്, അതുപോലെ ഫോൺ പേ, മൊബൈൽ ക്വിക്ക്, ഫ്രീ ചാർജ്, കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ നെറ്റ് ബാങ്കിങ് ഉണ്ട്, പിന്നെ കാർഡ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വാലറ്റ് വഴി ക്യാഷ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്യാഷ് ആഡ് ചെയ്യുമ്പോൾ സ്വന്തം റിസ്കിലായിരിക്കണം. ഇതെന്തായാലും ജയിക്കാൻ തോൽക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ക്യാഷ് ആഡ് ചെയ്താൽ മതി. ഇത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ക്യാഷ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഗെയിം കളിക്കുന്നത് എങ്ങനെയാണ് നോക്കാം. അതിന് ശേഷം ഹോം പേജിൽ വരാം. അതിനുശേഷം പ്ലേ കോൺടെസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ ഒരു 10 രൂപയുടെ ടാബിലാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു, യെസ്സിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഒപ്പോണൻറ്റിനെ അവിടെ ഫൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതുവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ആൻസർ എടുത്തു. അതായത് B വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാണെന്ന് ചോദിക്കും. അതിന് ശേഷം ഇതുപോലെ ചോദിക്കും. നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു ഒരു കാർഡ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അവർ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരും. ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം എപ്പോഴും ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ തോറ്റുന്നതാണ്. ഓക്കെ, ഞാനതിൽ തോറ്റിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ തോറ്റിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു. പക്ഷേ ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്ത് 25 രൂപയുടെ ഇതിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതിൽ ഇപ്പോൾ 85 രൂപയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ 25 രൂപയുടെയാണ് ഇപ്പോൾ ജോയിൻ ചെയ്തത്. കാരണം 10 രൂപയിൽ ആരും ഇതിനെ വന്നില്ല. അതായത് ഒപ്പോനെ ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് 10 രൂപയിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് ശേഷം ഇതുപോലെ കാർഡ് നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്യാൻ പറയും.
ഓക്കെ. അപ്പോൾ എന്താ അങ്ങനെയാണ് സംഭവം വരുന്നത്. നമുക്ക് എന്തായാലും വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്യാനായിട്ട് വാലറ്റിൻ്റെ സെക്ഷനിൽ വന്നിട്ടുണ്ട്. അതിന് ശേഷം വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പേടിഎം നമ്പറും അതുപോലെ തന്നെ എന്താ നമ്മുടെ എമൗണ്ടും ജസ്റ്റ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനത് എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഇത് സംഭവം ക്യാഷും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ട്രാൻസ്ഫറും ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. യെസ്സിൽ ക്ലിക്ക് ചെയ്തു. കാണാൻ പറ്റും ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നമ്മളെ പേടിഎം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്യാഷ് കയറിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്കായിട്ട് കാണാൻ പറ്റും ക്യാഷ് ബാക്ക് റിസീവ്ഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും 85 റുപ്പീസ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും. കോംവാൾ ഫ്രം കോംവാൾ എന്ന് കാണാൻ പറ്റും. ഓക്കെ, ഡേറ്റും ടൈമൊക്കെ വേണം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് കാര്യത്തിൽ നിങ്ങൾ പേടിക്കാനില്ല. അപ്പോൾ ക്യാഷ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വന്തം റിസ്കിൽ തന്നെ ക്യാഷ് ആഡ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇവിടെ ചോദിക്കുന്നത്. പക്ഷേ നമ്മൾ ഫാസ്റ്റായിട്ട് നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ആക്കാം. നല്ല അടിപൊളി ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതാണ്. പിന്നെ നമ്മൾ ഹാക്കിംഗ് ട്രിക്സൊക്കെ വരുന്നുണ്ട്, സ്ക്രിപ്റ്റൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു വീഡിയോക്ക് താഴെ നിങ്ങളെ പേടിഎം നമ്പർ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അടുത്ത വീഡിയോയിൽ 2 വിനേഴ്സിനെ സെലക്ട് ചെയ്യുന്നതാണ്, 10 രൂപ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.